അമ്മ എന്താ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്തോന്നാടി ഞാൻ ഈ പറയുന്നത്? ആർക്കാണ് മുടി കണ്ടാ പിടിക്കുന്നത്? നിങ്ങളെടുത്ത് ഞാൻ പറയത്തില്ലേ തലയിൽ എണ്ണ തേച്ച് മുടി വാരി പിടിച്ച് കെട്ടാൻ? കേക്കത്തില്ല. അതാണ്ട ഇവള് മുടി ഒന്ന് വാരി പിടിച്ച് കെട്ടിട്ട് നാളെ എത്ര ഇതേപോലെ അങ്ങ് ഇട്ടിരിക്കുകയാണ് ഏത് സമയവും. അമ്മേ, ഞാൻ അപ്പൊ തൊട്ട് അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ എണ്ണ തേക്കുണ്ട്, ഷാമ്പു തേക്കുണ്ട്, അതുകൊണ്ട് എന്റെ ഈ മുടി കൊഴിയൂല. അങ്ങ് പറഞ്ഞു തീരുമാനം മനസ്സിലെ താണ്ട് രുചി എണ്ണ കണ്ടിട്ട് കാലങ്ങളായി. വടിച്ചു കാണാം. അതാണ് പറയേണ്ടുന്നത്. ഏതാണുങ്ങൾക്ക് അടി മുടി ചോറിൽ കണ്ടാ പിടിക്കുന്നത്? അമ്മേ, മുടി ആവുമ്പോ പൊഴിഞ്ഞു വീഴും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. അതിന് ലോകരെ മുഴുവൻ അറിയിച്ചു എന്താണ് ഭദ്രകാളി തുള്ളി ഇറങ്ങി പോവാനായിട്ട്. ചില ആണുങ്ങൾ അങ്ങനെയാ. പിന്നെ ചില ആണുങ്ങൾ അങ്ങനെയാണോ? എന്റെ പൊന്നെ ഹബീൽദാരുടെ അതേ സ്വഭാവമാണ് അവനും. തുടങ്ങി. പണ്ടൊരു ദിവസം ഉണ്ണാനിരുന്ന് എന്റെ കഷ്ടകാലത്തിന് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൊണ്ടു കൊടുക്കുന്നത്. ഉണ്ടോണ്ടിരുന്നതും ചോറിലൊരു മുടി കണ്ട് തവി അങ്ങോട്ട്, പാത്രം ഇങ്ങോട്ട്, കലം അങ്ങോട്ട്, ചട്ടും ഇങ്ങോട്ട്, കറിയും ചോറും എല്ലാം കൂടെ പാകിസ്ഥാനിൽ യുദ്ധത്തോടെ യുദ്ധമായിരുന്നു. പാട്. അമ്മ അങ്ങനെ പാടക്കപ്പെടും. ഒട്ടക്കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാനുണ്ടാവില്ല. അമ്മ നോക്കിക്കോ, ഇനി എന്റെ ഈ കൈ കൊണ്ട് പച്ച വെള്ളം ഞാൻ ക്ലീറ്റോന് എടുത്തു കൊടുക്കൂല. ഇവിടെ വന്ന് ചോദിക്കും, ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അമ്മയുടെ മോനൊരു സാധനം ഞാൻ കൊടുക്കൂല. എന്റെ പൊന്നു നാത്തൂനെ ആ ഫാസിലിന്റെ മുമ്പ് വെച്ചിട്ടുണ്ടല്ലോ, എന്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് ഉരിച്ചു കളഞ്ഞ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയമ്മേ, എപ്പ കേറണത് ഈ അടുക്കളയില്? പണി ഒഴിഞ്ഞിട്ട് ഒരു നേരയില്ല. ആർക്ക് വേണ്ടിയിട്ടാ? ഇവർക്കൊക്കെ തിന്നാനും കുടിക്കാനും വേണ്ടിട്ടല്ലേ കിടന്ന് പെടാപ്പാട് പെടുന്നത്? യവന്മാർക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. അമ്മ ഇപ്പൊ ഇതൊക്കെ പറയും, എന്നിട്ട് അന്നേരം ഏട്ടന്റെ ഭാഗത്ത് നിന്ന് ചീത്ത വിളിച്ചല്ലോ അമ്മ. അവിടെ വന്നിട്ട് പൂച്ചനെ പോലെ ഒന്നും വേണ്ടിയില്ല. വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആകുന്നതും അങ്ങ് ക്ഷമിച്ച് കൊണ്ടുപോകുന്നതാണ്. അതാണ്ട് യവന്മാർ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ഒരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ വരി, ഞാൻ കരുതി വെച്ചിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ വരിയും പിള്ളേരെ, ഞാനല്ലേ വരി. അത്ര കൊള്ളത്തില്ലല്ലോ അവന്. പുതിയത് നീ വെക്കേ. ഇത് എന്തോത്ര ആലോചിക്കാൻ? ഞാൻ ആലോചിക്കാൻ അതല്ലളിയാ. പിന്നെ നമ്മൾ ഈ മാവിലെ എളിയാ, ഇത് അവിടെ ആയിട്ടൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങ ആരോ പറിച്ചുകൊണ്ട് പോയി. ഞാൻ പറിക്കണോന്ന് വിചാരിച്ചു തന്നെയാണ്. എവിടെ എവിടെ എവിടെ? അതുകൊണ്ടല്ലേ അതോ ആ ഭാഗത്തായിട്ടേ. അത് ശരിയാ. ഇല്ല, അവിടെ മാങ്ങ ഇല്ലായിരുന്നു. തോന്നിയതാണ് കേട്ടോ. ഞാൻ കളിച്ചു. ഇതളിയാ നീറടാ, നീറ്. ഓ, അതിനായിരുന്നു ഞാൻ വിചാരിച്ചു. പായസോ എവിടെ എവിടെ? പായസം കുടിച്ചിട്ടാ. പായസം അവരുണ്ടാക്കി നമുക്ക് കിട്ടുമല്ലോ. ഇല്ലളിയാ, നമുക്ക് പോയി കുടിച്ചിട്ട് വേണേ. ഇത് കഴുകി ഒരു കാര്യം ചെയ്യാം. ജമന്തേ 2 ഗ്ലാസ് പായസം ഇങ്ങോട്ട് എടുത്തോ. എടി ഇങ്ങോട്ട് എടുക്കാന്ന്. നീ കളിച്ചേ. പായസം കുടിച്ചിട്ട് ഒന്ന് കളിച്ചാ പോരാ അളിയാ. എന്ത് വിശേഷം? നിന്റെ ബർത്ത്ഡേ വല്ലതും ആണോ? ഓ, ഒരു രസത്തിന് വെച്ചായിരിക്കടോ. രസത്തിന് ഇതിനാ പായസം വയ്ക്കണത്? രസം വെച്ചാ പോരെ. നീ വാ, പായസം കുടിച്ചിട്ടാ നടക്കുക. ഈ പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കൊള്ളാലോ. എന്താ പായസമൊക്കെ? ഒരു കാര്യമില്ല, അമ്മ സൂപ്പറായിട്ട് അങ്ങോട്ട് പായസം ഉണ്ടാക്കി. എന്താ വിശേഷം? വിശേഷിച്ചൊന്നുമില്ല, ചുമ്മാതിരി പായസം കുടിക്കണം. ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടതേ ഉള്ളൂ ഈ വീട്ടില് പാൽ പായസം വെക്കുന്നതായിട്ട്. പായസം വേണ്ടേ? ഞാൻ കാര്യം കേട്ടെ, നിങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിക്കണ കാര്യം എന്ത്? ഗ്ലാസ് എടുത്തോന്ന്. പിന്നെ വേണ്ട, ഒഴിച്ചു തരാൻ വയ്യ അല്ലേ? ഒഴിക്കാൻ ഞങ്ങൾ ആദ്യം കുടിക്കട്ടെ. കാണിച്ചാലാ അടങ്ങിയൊക്കെ ഞങ്ങളും കൂടെ കുടിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആര് വന്നാലും എഴുന്നേക്കാൻ പാടില്ല. എവിടെ അടുക്കളയല്ലേ? എടുക്കളേ. ഗ്ലാസ് കഴിയത് തന്നെയാണ്. ഞാൻ കഴിയണോ? ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചേക്കണം. പായസം വെച്ച പാത്രം അവിടെ കഴുകി വെച്ചാ? അല്ല, നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കണെങ്കിൽ പായസം കുടിച്ചോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിനകത്തില്ല. ഇതാണ് പായസം വെച്ച പാത്രം. ഇതും കൂടെ ഉള്ളൂ. എന്ത് പണിയായി കാണിക്കണം നിങ്ങള്? നമ്മൾ എത്ര ഗ്ലാസ് പായസം ഉണ്ടാക്കി? 5-6 ഗ്ലാസ് ഉണ്ടായമ്മേ. ഞങ്ങൾക്ക് 2 ഗ്ലാസ് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നത്. അതെവിടെ നോക്കിയപ്പോ അതില് മുടി കിടക്കുന്നു. പക്ഷെ കുടിച്ചാൽ നിങ്ങൾക്ക് ദഹിച്ചില്ലെങ്കിലും ഞങ്ങൾ അതും കൂടെ എടുത്ത് കുടിച്ചു. ഒരു മുടിയൊന്നും വലിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പിന്നെ ആരായി പറയുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മുടി കിടന്ന സാധനം കഴിക്കരുത്. അതെ, അത് തന്നെ ഏട്ടാ. ഊണ് കഴിക്കുമ്പോ ചെറിയ കഷ്ണം മുടി കിട്ടിയെന്നും പറഞ്ഞാൽ നിങ്ങൾ ആ ചോറ് മുഴുവൻ കൊണ്ട കളഞ്ഞില്ലേ? എന്തോരം പേര് പട്ടിണി കിടക്കണ്ട്. ആ നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. അതിനെന്താ, അത് കഴിഞ്ഞിട്ട് നല്ല ഹോട്ടലില് ഭക്ഷണം കിട്ടിയല്ലോ. അവിടെ പിന്നെ ബംഗാളികള് കൈ കഴുകിയാൽ എന്താ, കൈ കഴുകിയില്ലെങ്കിൽ എന്താ, അവരുടെ മുടി നല്ലതാ. അതെ, അത് മുടി നല്ലതാ. നല്ലതാ. അവിടെ നിന്ന് കഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്കൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട്
ഞങ്ങൾ ഈ അടുക്കളയിൽ കിടന്ന പാട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? കുറ്റം പറയാൻ എന്തൊരു ബിരുദന്മാര്. ക്ലാസ് വെച്ചിട്ടിറങ്ങി പോയിനടാ. ശരി, അപ്പൊ ഞങ്ങൾക്ക് പായസം തരാതെ മനഃപൂർവ്വം ചെയ്തതാ. മനഃപൂർവ്വം നിങ്ങൾ ചെയ്തത്. പിന്നെ എന്ത് കളിയാ? ഒന്നും ചെയ്യാനില്ല. മറ്റേ പാട്ട് പാടിക്കോ? ഇളിഭ്യരായി ഞാൻ വിഷണ്ണനായി, അത് പാടിക്കോ. നല്ലതാ ഈ അവസരത്തിൽ ചെയ്തു. ഏട്ടാ കുടിക്കല്ലേ, മുടിയുണ്ട് മുടി. ഞാൻ സഹിച്ചു. ഈ പായസം ആര് വെച്ചാലും അടിപൊളിയായിട്ടുണ്ട്. Alien versus Alien.